എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചാണ്. രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. ഈ സർവകലാശാലയുടെ സ്റ്റഡി സെൻറ്റർ കേരളത്തിലും സജീവമായിട്ടുണ്ട്. സ്റ്റഡി സെൻറ്ററും ഫ്രാഞ്ചൈസിയും ഇവിടെ നിരവധി വിദ്യാർത്ഥികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടാഗോർ യൂണിവേഴ്സിറ്റിയുടെ ചിലയിടത്തൊക്കെ പരീക്ഷ ഓൺലൈൻ മോഡാണ് പരീക്ഷ. അത് UGC നിയമം അനുസരിച്ച് അതൊന്നും അംഗീകാരമില്ല. അതുപോലെ തന്നെ ടാഗോർ യൂണിവേഴ്സിറ്റി അറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ഫ്രാഞ്ചൈസികളുള്ളത്. രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റിക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് UGC അനുമതിയില്ല. റെഗുലർ മാത്രമാണ് വാലിഡ്. അതും ഭോപ്പാലിൽ നേരിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നവർക്കാണ് വാലിഡായിട്ടുള്ളത്. റെഗുലർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുന്നത് കേരളത്തിലെ ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ റെഗുലർ മെൻഷൻ ചെയ്തിട്ടില്ല. അതിന് പകരം പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റ്. ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. പ്രൈവറ്റ് രജിസ്ട്രേഷൻ UGC അനുമതി നൽകിയിട്ടില്ല. ഈ യൂണിവേഴ്സിറ്റിക്ക് റെഗുലർ മാത്രമേ അംഗീകാരമുള്ളൂ. നേരിട്ട് ഭോപ്പാലിൽ പോയി പഠിക്കുന്നവർക്ക് വാലിഡ് ഉള്ളൂ. അല്ലാതെ ഇത് നിലവിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ ഓൺലൈനോ അതേപോലെ തന്നെ റെഗുലർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലോ ഒരു കാരണവശാലും അത് UGC അനുവദിക്കുന്നില്ല, അത് അംഗീകാരവുമില്ല. പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ UPSC SSC മറ്റ് ജോലികൾക്കൊന്നും ഉപകാരമില്ല. വിദേശത്ത് പോയാലും ജോലി റേറ്റ് ആക്കാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് രജിസ്ട്രേഷൻ വലിയൊരു അപകടം തന്നെയാണ്.